വെൽക്കം ടു our YouTube channel. After so long. സത്യം ഇന്ന് സിദ്ധു ഇല്ല, ഇന്ന് it's just me and Rutu Chechi. Yes. And it's that time of the year where we are always looking forward. And it's Christmas. Yes, it's Christmas. And we are so excited. Exactly. So Christmas ആയിട്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കസിൻ സിസ്റ്ററിനെ കാണാൻ പോവാണ്. And she is Neenu Chechi. അപ്പോൾ let's go. അപ്പോ ഇത് നീനു ചേച്ചി പെയിന്റ് ചെയ്തതാ? ശരിക്കും അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പെയിന്റ് ചെയ്യാത്തതുണ്ടോ? എല്ലാത്തിനും വലിയൊരു ടച്ച് ശരിക്കും ചെയ്തിരിക്കണ അല്ല, അതൊരു നന്നായിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഇതില് ജോബ് ചേട്ടൻ എന്തോരം ജോബിച്ചേട്ടൻ ഇങ്ങനെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു, കളർ കോമ്പിനേഷൻ ശരിയായിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങള് ഹെൽപ്പ് ചെയ്യും. മതിയല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അതാണ് അങ്ങനെയൊക്കെ ഞങ്ങള് പിന്നെ കണ്ടു. ജോബ് ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ലൈറ്റ് ഇടാനും. എനിക്ക് ഓൾറെഡി ഏതൊരു വർഷം നട്ട് ക്രാക്കർ ഉണ്ടാക്കാൻ ജോബ് ചേട്ടൻ ചെയ്തുള്ളൂ. അത്യാവശ്യം വലുതോ അപ്പൊ എന്തായാലും let's talk about the fun part, the Christmas tree. So നീനു ചേച്ചി ട്രീ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്രാവശ്യം കലക്കി. ഈ ലൈറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ലൈറ്റ്സ്? ബിക്കോസ് ഭയങ്കര രസമുണ്ട് ഈ ലൈറ്റ്. ക്ലസ്റ്റർ ലൈറ്റ്സ് എന്ന് പറയും. കാരണം കുറെ കൂടെ ബ്രൈറ്റർ ആയിട്ട് ഒത്തിരി ഇങ്ങനെ കൂടി വെക്കുന്ന കാരണം കുറെ കൂടെ ഭംഗിയുണ്ട് ഈ ട്രീ അറേഞ്ച് ചെയ്യാൻ. ഭയങ്കര ഭംഗിയുണ്ട്. ആൻഡ് അതിന്റെ കൂടെ മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് ഇസ് ദോസ് കാൻഡിൽസ്. ഇത് ക്ലിപ്പ് ഓൺ കാൻഡിൽസ് ആഡ് ചെയ്തേക്കാണല്ലേ? ഇത് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹാരി പോട്ടർ ഇതാണ് ഓർമ്മ വരുന്നത്. ഈ കാൻഡിൽസ് കാണുമ്പോൾ ഇറ്റ്സ് സോ പ്രിറ്റി. സോ ഈ പെയിന്റിംഗ് കണ്ടിട്ട് ഇറ്റ് ഇസ് സംതിങ് വെരി യുണീക്ക്. ലൈക് സീരിയസ്ലി ഞാൻ ഇങ്ങനെ ഈ പെയിന്റിങ്ങിന്റെ ഇടയിൽ ഈ ലൈറ്റ്സ് ഒന്നും ഞാനിത് കണ്ടിട്ടില്ല. അപ്പം നീൻചേച്ചിയോട് ഞങ്ങളിത് സംസാരിക്കായിരുന്നു. ആൻഡ് നീൻചേച്ചി വാസ് ടെല്ലിങ് ഇറ്റ് ഇസ് ആക്ച്വലി എ വിന്റർ മാർക്കറ്റ്. ക്രിസ്മസ് വില്ലേജ് അല്ലേ, നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണത്തില്ലേ ക്രിസ്മസ് വില്ലേജും പിന്നെ ചേർച്ചും അതൊക്കെ. ഇതെല്ലാം പ്രൊജക്റ്റഡ് ആണ്. എന്നിട്ട് പുറകിൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുക ആ ഒരു സെയിം ഫീല് വരാനായിട്ട്. വെരി പ്രിറ്റി. ഈ കുഷൻസ് ഒക്കെ കാണാൻ എന്ത് ഭംഗിയാ. ഇത് സ്റ്റിച്ച് ചെയ്തത് ഈ ആപ്ലിക് വർക്ക് പോലെ നമ്മൾ കട്ട് ചെയ്ത് ആപ്ലിക് വർക്ക് ചെയ്യുന്നതാ. ഇതും അതെ. അപ്പൊ ആക്ച്വലി ഈ പില്ലോ കേസ് വാങ്ങിയിട്ട് അതല്ല, പില്ലോ നമ്മള് സ്റ്റിച്ച് ചെയ്തതാ. മെറ്റീരിയൽ എടുത്ത് ഇതിലോട്ടേക്ക് ആപ്ലിക് വർക്ക് ചെയ്ത് അങ്ങനെ ഫുൾ ആയിട്ട്. ഇതും അങ്ങനെ തന്നെ സെയിലിന് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതും അതെ, ആപ്ലിക് വർക്ക് ചെയ്തതാ. ഓ നൈസ്. ശരിക്കും ഒരു ക്രിസ്മസ് ഫീൽ കിട്ടാൻ ഒരു അടിപൊളി കുഷൻ സെറ്റ്സ് ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും അല്ലേ? ഈ നീനു ചേച്ചി ഇത് എങ്ങനെയാണ് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പോട്ടറി കളറില് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? എനിക്ക് പൊതുവെ ബ്ലൂ പോട്ടറിയുടെ എല്ലാ സാധനവും ഇഷ്ടമാണ്. ഇത് ക്രിസ്മസിന്റെ ആദ്യമായിട്ട് പല കാര്യങ്ങളും ബ്ലൂ പോട്ടറിയുടെ ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ തോന്നി ഇങ്ങനെ ക്രിസ്മസ് ട്രീസ് ഞാൻ ഈ പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ട് അപ്പൊ ഭയങ്കര ആഗ്രഹം തോന്നി ഇങ്ങനെ ഒരു റീത്ത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിന്റെ ബോളുകളൊക്കെ ഹാൻഡ് പെയിന്റ് ചെയ്ത്. ബോളുകളും ഹാൻഡ് പെയിന്റഡ് ആണ്. ആൻഡ് പോട്ടറി ക്ലേറ്റ്സും ഉണ്ട്. എല്ലാം ആഡഡ് ആണ്. വെച്ചിട്ടുണ്ട്. അതെ അതെ, കാണാനുണ്ട് ഇവിടെ. ഈ റിബണും പെയിന്റ് ചെയ്തതാണ്.
കിട്ടും. സൈറ്റുകളിലും But ആദ്യമായിട്ടൊരു റീത്ത് നമ്മള് ഇങ്ങനെ ബ്ലൂ പോട്ടറിയിലും അതുപോലെ ഈ ബെഡ്റൂം ഇസ് ഫുള്ളി സെറ്റ് ഇൻ ബ്ലൂ ആൻഡ് വൈറ്റ്. അത് നീനു ചേച്ചിയുടെ ഒരു എനിക്കറിയില്ല, there's no words, too good. So ഇപ്പൊ നമ്മള് നീനു ചേച്ചിയുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ആൻഡ് ഇത് നീനു ചേച്ചി പെയിന്റ് ചെയ്തതാണ്. അതെ അതെ, ഇത് പെയിന്റ് ചെയ്ത ആക്രിലിക് പെയിന്റ് ചെയ്തതാ ഫുൾ സെറ്റ് ആയിട്ട്. Even the cushion and ഇതിനെ മാച്ച് ചെയ്ത് തന്നെ പെയിന്റിംഗ് ഓൺ ദ വാൾ. അതൊരു ഓയിൽ പെയിന്റിംഗ് ആണ്, ഇതിനെ മാച്ച് ചെയ്ത് ചെയ്തത്. അല്ല ആക്ച്വലി എത്ര നേരം എടുക്കും ഈ ഒരു ആ ഒരു ഓയിൽ പെയിന്റിങ്ങിന് മാത്രം തന്നെ? 2-3 ദിവസം. ഇവൻ ഈ ഐഡിയ ഈ വരച്ചത് അത് വെള്ളോടത്തിന്ന് ഇൻസ്പയർഡ് ആയതാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കുറെ പിൻട്രസ്റ്റിൽ കാണും, അത് നോക്കി വരയ്ക്കുന്നതാണ്? ഒരു രക്ഷയില്ല. It's like ഇത് എങ്ങനെ പറ്റുന്നത്? നമ്മുടെ ക്രിസ്മസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഒരു റീത്ത് വെക്കാന്ന് പറയുന്നത്. കുറെ പേര് ഡോറിന്റെ മുന്നിലും വീടിന്റെ അവിടെയൊക്കെ ആയിട്ട് വെക്കും. ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ റീത്ത്. ഇതിനെ പറ്റി നീനു ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നീനു ചേച്ചി ഇതെല്ലാം ഞാൻ ഈ റെഡ് പ്ലെയിൻ ബോൾ വാങ്ങിച്ചിട്ട് എല്ലാം ഈ ഓരോ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ പെയിന്റ് ചെയ്തത് എടുത്തതാണ്. 2 കൊല്ലം മുന്നേ ഒന്നും ഇങ്ങനത്തെ ഒരു കളർ കിട്ടാനുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലായിടത്തും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാനിതെല്ലാം റെഡും വൈറ്റും ആക്കി പെയിന്റ് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാണ് ചെയ്യണത് അല്ലേ? പക്ഷെ ആ ഒരു ബോൾസ് വന്നപ്പോ തന്നെ അതിനൊരു വേറൊരു ലുക്കായി. ലൈക്ക് റീത്തും ആ ലൈറ്റും അല്ലാണ്ട് ആ ബോൾസും കൂടെ വന്നപ്പോ അതിന്റെയും കൂടെ ഒരു ഭംഗി എടുത്ത് കാണുന്നത് ലൈക്ക് വെരി നൈസ്. ഈ ക്യാൻഡിൽ സ്റ്റാൻഡും നീനു ചേച്ചി പെയിന്റ് ചെയ്തതാണ് അല്ലേ? ഗ്ലാസ് പെയിന്റിംഗ് ആണ്. ഔട്ട്ലൈൻ കൊടുത്ത് നമ്മൾ എല്ലാത്തിനോടും കൂടെ മാച്ച് ചെയ്ത് പോകാനായിട്ട് ചെയ്തത്. നീനു ചേച്ചിയുടെ ആക്ച്വലി പിള്ളേരില് ഏറ്റവും കൂടുതൽ നീനു ചേച്ചിയുടെ ഈ ഒരു ക്രിയേറ്റീവ് സൈഡുള്ളത് ആർക്കാന്നാ തോന്നിയിട്ടുള്ളത്? 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആണ് 2 പേര് കുക്ക് ചെയ്യും, ബേക്ക് ചെയ്യും, കേക്കും ഇതൊക്കെ. ചിലപ്പോ 5 മിനിറ്റ് കൊണ്ട് കപ്പ് കേക്കും മഗ് കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പൊ 2 പേർക്കും കുക്കിംഗ് ഇഷ്ടമാണ്. അല്ല ഞാനെപ്പോഴും ഇപ്പൊ വിചാരിക്കണ എങ്ങനെയാ വെച്ചാൽ ഇവരുടെ പ്രൊജക്ട് വർക്ക്സ് ഒക്കെ ഇപ്പൊ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കില്ല. നീ ചേച്ചിയുടെ കാര്യമില്ല, പക്ഷെ ഇങ്ങനത്തെ കുക്കിംഗ് പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ യൂട്യൂബൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് അത് നോക്കി നമ്മുടെ ഹെൽപ്പ് ഒന്നും ചോദിക്കത്തില്ല, തന്നെ ഉണ്ടാക്കും എന്നിട്ട് കൊണ്ടുവരും. സോ നമ്മളിപ്പോ ആക്ച്വലി നീനു ചേച്ചിയുടെ കിച്ചണിലാണ്. എന്നിട്ട് സോ ബ്യൂട്ടിഫുൾ. ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നത് എബിയുടെ അടുത്താണ്. സോ എബി, അമ്മയുടെ ഈ ക്രിസ്മസിൽ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ്? പ്ലം കേക്കാണോ? പ്ലം കേക്കൊക്കെ അമ്മ ഒന്നും ഉണ്ടാക്കാത്തതില്ല ഈ പറഞ്ഞ പോലെ. എന്നാലും എബി ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും അല്ലേ? കുക്ക് ചെയ്യാൻ ഇഷ്ടല്ലേ? അതാ എബി ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞോളൂ ന്യൂട്രല ബ്രൗണിയുടെ റെസിപ്പി. Hello Neenu Chechi. Thank you so much for inviting us to your home, your beautiful home. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നീനു ചേച്ചിയുടെ വീട്ടിലേക്ക് വരാനായിട്ട്. ഇറ്റ്സ് ഓൾവേസ് സോ ബ്യൂട്ടിഫുൾ ടു സീ യുവർ ഹോം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. നീനു ചേച്ചിയുടെ ലൈക്ക് ഈ ഒരു സൈഡ് ലൈക്ക് എന്താ പറയുക, ഈ ഒരു ക്രിയേറ്റീവ് സൈഡ് നീനു ചേച്ചിക്ക് എപ്പോഴാണ് ലൈക്ക് വെൻ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഈ ഇങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് സൈഡ് ഇഷ്ടമാണ്? എപ്പോഴാണ് അങ്ങനെ തോന്നിയത്? ലൈക്ക് ചൈൽഡ്ഹുഡ് എനിക്ക് ഇഷ്ടമായിരുന്നു. കുഞ്ഞിൻ്റെ സാധനങ്ങൾ പെയിൻറ്റിങ്ങും ഡെസേർട്ട്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പിന്നെ ഇപ്പോൾ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടിങ് കേക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ പതുക്കെ ഓർഡേഴ്സ് വരാൻ തുടങ്ങി പുറത്തുനിന്ന് ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും. കേക്ക് ബേക്കിങ്ങും ഇതല്ലാണ്ട് ഇപ്പം ക്യാൻഡിൽ ഡെക്കറേഷൻ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാ? വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരാൾക്ക്
ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ നീനു ചേച്ചീനെ ഇൻസ്റ്റഗ്രാം വഴിയാണോ? ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, ഫ്ലോറൽ ആർട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്, കാൻഡിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ എന്തായാലും പേജ് എന്തായാലും ഞങ്ങൾ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആരെങ്കിലും ഇതൊക്കെ ഇന്നോട് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ കൻ ഓൾവേസ് കോൺടാക്ട് ഹർ. അങ്ങനെ നമ്മള് എൻജോയ് ആക്കാണ് ഹൗസ് വിസിറ്റ്. ഇതൊരു വിന്റർ മാർക്കറ്റ് ആയിരുന്നു, ശരിക്കും ഒരു വിന്റർ മാർക്കറ്റ് ഫീൽ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എനിവേസ് മെറി ക്രിസ്മസ്.